അത്രമേൽ ആ കീറലിനെക്കാട്ടിലും ഇരട്ടി വേദന ഇവിടെ ഉണ്ടാവും. എനിക്ക് വിഷമം എന്ന് പറയുന്നില്ലല്ലോ. പലരും കരുതിയിട്ടുള്ളൊരു സംഭവം, ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചത് ഈ ആ മൊയന്ത പോലത്തെ തള്ള എന്നെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അത് വെറുതെയാണ്. പലരും ആരോ എന്തെങ്കിലും പറയുന്നത് ഇത് എന്നെ പറഞ്ഞിട്ടല്ല. എന്നെ പോലെ ഒരു ഉമ്മയുടെ വയറ്റ് പിറന്നത് ശാപമാണ് എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഞാനൊന്നില്ലാതാവുന്നതല്ലേ. അതാണ് യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ഒരു സംഭവത്തിന് ശ്രമിക്കാൻ കാരണം. അല്ലാതെ ആ സ്ത്രീ എന്നെ നിരന്തരം പറഞ്ഞ് എനിക്കത് വിഷമം കയ്യിലിരിപ്പ് ശരിയല്ല എന്നുള്ളത് താങ്കൾ പറയണ്ട. അല്ലാതെ തന്നെ എനിക്കറിയാം. ഇവന്മാരുടെയൊക്കെ വിചാരം എനിക്ക് കൃഷ്ണനെ വര ഇല്ലെങ്കിൽ ഞാനങ്ങ് പട്ടിണി കിടന്ന് ചത്തുപോകുന്ന. ഞാൻ വര തുടങ്ങിയത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 2013 2013 വരെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. 13 തൊട്ടിട്ട് 25 വരെയല്ലേ ഈ വര ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും കേട്ടല്ലോ ഈ പന്ന ഡാഷിന്റെ മോള് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. ഞാൻ ആത്മഹത്യാ നാടകം ചെയ്യുന്നത് ലസിത പാലക്കലും പ്രിയയും ഒക്കെ എന്നെ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് നടത്തിയ നാടകം നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. എന്നിട്ട് ഇപ്പൊ ഈ ഡാഷിന്റെ മോള് ഇവിടെ വന്നിരുന്നു പറയുന്നത് കേട്ടോ, അമ്മോയിന്റെ തള്ള അല്ലാന്ന്. അപ്പൊ ഇവളെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്കെതിരെ അപവാദ പ്രചരണമല്ലേ ഈ സ്ത്രീ നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കുടെ പേരിൽ കേസ് എടുക്കേണ്ടതാണ്. കേസ് എവിടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നീ പറഞ്ഞല്ലോ ഞാൻ സ്റ്റേഷന്റെ മുറ്റത്ത് പോയി അത് ചെയ്യും ഇത് ചെയ്യും, മണ്ണെണ്ണ ഒഴിക്കും പെട്രോൾ ഒഴിക്കും. എവിടെടി? അതാ ചോദിക്കുന്നത്. എവിടെടി കേസ്? നീ വേറെന്തോ നിന്റെ കുടുംബത്തുള്ള കാരണത്തിന് നീ ആത്മഹത്യാ നാടകം കളിച്ചിട്ട് അത് ഞങ്ങളുടെ പേർക്കിട്ട ഉഗ്ര മുതലാണ് നീ. ഇപ്പം നിങ്ങൾ നാട്ടുകാരെല്ലാവരും കാണണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവളുടെ യഥാർത്ഥ സ്വഭാവം എന്താന്ന്. ഇപ്പൊ ഹിന്ദുക്കളെ സോപ്പിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ രാക്ഷസി. നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഉഗ്ര നാടകക്കാരിയാണെന്ന് പറഞ്ഞാൽ ഉഗ്ര നാടകക്കാരിയാണ്. ഇവൾക്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓസ്കാർ അവാർഡ് വരെ വരും. അത്തരത്തിലുള്ള അഭിനയമാണ് ഇവള് ജീവിതത്തിൽ കിടന്നിട്ട് അഭിനയിക്കുന്നത്, നാട്ടുകാർക്കിടെ മെക്കിട്ട് ഏറിയിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട്, ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് എസ്ഐനോട് പറഞ്ഞു ഇതെനിക്ക് FIR ഇട്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു സൈബർ ക്രൈമാണ്, നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുന്ന് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് FIR ഇട്ട് കിട്ടിയിട്ടില്ല വെച്ചാല് ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നലെയും ആ സ്ത്രീയും ഇപ്പൊ കൂടെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയും കൂടെ കൂടിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ചത്തില്ല. അവര് ബ്ലഡ് തുടച്ചതിൻ്റെ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിനും വരാതിരിക്കട്ടെ. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യുക വെച്ചാല് ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും. എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ലസിത പാലക്കൽ എന്നതിന് സമ്മതിക്കുന്നില്ല. ഈ പന്ന ഡാഷിന്റെ മോള് വന്നിരുന്നു പറഞ്ഞത് കണ്ട, കൈ മുറിച്ചതിന് അവക്കടെ എന്തെങ്കിലും സംഭവിച്ചത് ഉത്തരവാദി ഞങ്ങളാണെന്ന്. ഞങ്ങളെയൊക്കെ ഇത്രത്തോളം മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടാണ് ഈ പന്ന ഡാഷിന്റെ മോള് അവളുടെ കൂടെ താമസിക്കുന്നവനായിട്ട് എന്തോ ഇപ്പൊ കല്യാണമാണ്, എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ അവർ ഇത്തരത്തിൽ നാടകം കളിച്ചിട്ട് ഞങ്ങളുടെ പേര് പറഞ്ഞു. ഇത്തരത്തിൽ കൈ മുറിച്ചൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക എന്നുള്ളതാണ്. ഈ ആത്മഹത്യാ നാടകത്തിന്റെ വിവരം എന്തായാലും സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. അതെന്തു കാരണം കൊണ്ടാണെന്ന് ഡോക്ടർ ആ കുറിപ്പ് ചീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തടി കേസ് എടുക്കാഞ്ഞത്? എവിടെടി നിന്റെ കേസ്? നീ എന്തോ സ്റ്റേഷന്റെ മുറ്റത്ത് നിന്നിട്ട് നീ അവിടെ ഇട്ട് കൊളത്തും പിടുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എടി നീ പെണ്ണാണെങ്കിൽ നീ പറഞ്ഞ വാക്ക് പാലിക്കണം. നീ കൊളുത്തും പെടുത്തും പെടുക്കും എന്നൊക്കെ വരെ പറഞ്ഞ നാർച്ചല്ലേടി നീ. എന്നിട്ട് എവിടെ പോയടി ഊളച്ചി നിന്റെ കേസ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെ നിന്റെ കേസ്? എവിടെ? ഞങ്ങൾ കേസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കേസ് എടുക്കട്ടെ, അപ്പൊ അറിയാം ഇതിന്റെ യഥാർത്ഥ സ്വഭാവം. നിന്റെ കുടുംബത്തിൽ അന്ന് രാത്രി എന്താ നടന്നതെന്ന് പോലീസ് അന്വേഷിക്കട്ടെ. ഇതിനു മുമ്പ് നീ ഇത്തരത്തിൽ ഒരുപാട് തവണ നീ ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നീ ആത്മഹത്യ ചെയ്യാമോന്ന് പറഞ്ഞ് നാടകം കളിച്ചിട്ടുള്ള വ്യക്തിയാണ് നീ. നീ ഗുളിക വാരി കഴിച്ചപ്പോ അന്ന് രാത്രി നീ സുരേഷ് ഗോപിനെയും സുരേഷ് ഗോപിയുടെ PA-നെയൊക്കെ മാറി മാറി വിളിച്ചോണ്ടിരിക്കായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാടി നാർച്ചി? നീ ചാവാൻ പോവുകയാണെങ്കിൽ ആദ്യം നിന്റെ മക്കളെയും കെട്ടിയോനെ അണ്ടി വിളിക്കണത്. അതിന് പകരം നീ വിളിച്ചത് സുരേഷ് ഗോപിയെ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല ആത്മഹത്യാ നാടകം. എന്നിട്ട് ഇപ്പൊ ഹിന്ദുക്കളെ വിശ്വസിപ്പിക്കാനായിട്ട് പൊറോട്ട നാടകം കളിക്കുന്നു. പോടി നാർച്ചി, വല്ലയിടത്തും പോയി ചരയ്ക്കാൻ പോടി. തൊഴിലുറപ്പിന് പോന്നി.
കൃഷ്ണന്റെ പടം വരയ്ക്കാൻ നടക്കുന്നു. ഇത്തരത്തിൽ നോണയും കുന്നായ്മയും കുശുമ്പുമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ ഇത്തരത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നിങ്ങൾ കണ്ടേ എന്തുമാത്രം നോണയാണ് ഈ സ്ത്രീ പറഞ്ഞുണ്ടാക്കുന്നത്. ഇവള് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് മുറിച്ചു വെച്ചുകൊണ്ട് ഇവൾക്ക് കണ്ണീരൊന്നും വരുന്നില്ല. എന്നിട്ട് അവൾ അഭിനയിക്കുക, എന്നിട്ട് പറയാം ലക്ഷിത പാലക്കിലാണ്, പ്രിയയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കുന്നു. ഇപ്പൊ എവിടെ പോയി? കേസ് എടുത്തില്ല വെച്ചാൽ ഞാൻ സ്റ്റേഷന്റെ മുറ്റത്ത് പോയിട്ട് കൊളുത്തും പെടുക്കുന്നു. എന്നിട്ട് ഇവള് പെടുത്തില്ല ഇതുവരെ. അതാണ് ഞാൻ ചോദിക്കുന്നത്. നീ എന്താടി, നിനക്ക് പെടുക്കാൻ മുട്ടുന്നില്ലേ ഇപ്പൊ? പറയടി ഉളച്ചി. കാക്കാമാർക്കിടെ വില കളയാൻ നടക്കുന്ന ഉഗ്രൻ സാധനമാണ് നീ, ഉഗ്രൻ സാധനം. അവൾ ഇതുവരെ പെടുത്തില്ല, അവൾക്ക് പെടുക്കാൻ മുട്ടിയിട്ടില്ല. ഞങ്ങളെയൊക്കെ പെടുത്തും എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷന്റെ മുറ്റത്ത് പോയിട്ട് ഇവള് കുത്തിരിപ്പ് സത്യാഗ്രഹം നടത്തുക, അല്ലെങ്കിൽ കൊളുത്തുന്ന് പെടുക്കും. കേസുമായിട്ട് സ്റ്റേഷനിലോട്ട് ചെല്ലട്ടെ. പെടുക്കും. എന്തിനാണെന്ന് അന്വേഷണം വരുമ്പോ സകല കളികളും വെളിച്ചത്ത് വരും. അതുകൊണ്ട് ഇവള് കേസിന് പോവാത്തത്. നീ കേസ് കൊടുക്കടി, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നീ കേസ് കൊടുത്തോ, ധൈര്യമായിട്ട് കൊടുത്തോ, നീ കൊടുക്ക്. നിന്റെ നാടകത്തിന്റെ ഒക്കെ വീഡിയോ ഞങ്ങൾ എടുത്തു വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കണത്. നിന്റെ കേസ് എവിടെ പോയി? മലവെള്ളത്തിൽ ഒഴുകിപ്പോയാ അല്ലെങ്കിൽ മുങ്ങിപ്പോയാ? ഇപ്പൊ അവൾക്ക് കേസും ഇല്ല, കൂട്ടവും ഇല്ല, അവൾക്ക് കൊളുത്തേം വേണ്ട, അവൾക്ക് പെടുത്താ മതി. അവക്കടെ ഒടുക്കത്തെ പെടുക്കല്. എന്നിട്ട് ഹിന്ദുക്കൾക്ക് ഇട്ട് കൊണയ്ക്കാൻ വന്നിരിക്കുന്നു. ഹിന്ദുക്കളെ വിശ്വസിപ്പിക്കാൻ എന്തൊക്കെ പൊറോട്ട നാടകവും ഈ ജന്തു ചെയ്യണമെന്ന് എനിക്ക് നിശ്ചയില്ല. ദൈവമേ, ഇങ്ങനെയുണ്ട? എന്തിനാടി ഇങ്ങനെ ഇരക്കുന്നത്? എന്തിനാടി ഇരക്കുന്നത്? ഇനി തൊഴിലാണ് നിന്റെ പ്രശ്നമെങ്കിൽ നീ നിന്റെ കൂടെ കൊണ്ടെടുക്കുന്ന നിന്റെ മാമയില്ലേ, അവന്റെ തള്ളയുടെ കൂടെ നീ തൊഴിലുറപ്പിന് പോകും. ഞങ്ങളെ പെടുത്താൻ നോക്കുന്നു ഇവള്. ഇവള് കാട്ടിക്കൂട്ടിയ നാടകത്തിന് അവളുടെ വീട്ടില് അവളുടെ മാമൻ, അവളുടെ മാമാപ്പണി ചെയ്യുന്നവൻ, അവനുമായിട്ടുണ്ടായ അംഗത്തിന്, നാടകത്തിന് ഞങ്ങളെ പെടുത്താൻ നോക്കുന്നു. എന്നിട്ട് നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ, കേസ് കൊടുക്കും, അത് കൊളുത്തും ഇത് കൊളുത്തും. ഈ നായിന്റെ മോളെ എന്ത് ചെയ്യണം നിങ്ങൾ പറ. എന്നിട്ട് 2 സ്ത്രീകൾക്കിടെ മേലേക്ക് കെട്ടിവെക്കാൻ നോക്കി. സോഷ്യൽ മീഡിയയിൽ അവൾക്കെതിരെ വരുന്നത് 5-6 സ്ത്രീകളാണത്ര. എന്നിട്ട് ആ സ്ത്രീകളെ പെടുത്താൻ നോക്കുന്നു ഈ നായിന്റെ മോള്. ഇതിനൊക്കെ ഇത്രയും പറഞ്ഞ മതിയോ? നിങ്ങൾ പറയേ. ഇതിനൊക്കെ ഞങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവളെ സേഫ് ആക്കി, ഇവള് ചാവൂലാന്ന് കണക്കാക്കി അത്രത്തോളം ഇവള് മുറിച്ചിട്ടുള്ളൂ. അതിന്റെ ആഴത്തിലേക്ക് ഇവള് മുറിച്ചിട്ടില്ല, വെയിനിലേക്ക് കൊണ്ടിട്ടില്ല. കുറച്ച് ഇറച്ചി മുറിച്ച് വെച്ചുകൊണ്ട് ഇവള് പേടിപ്പിക്കുകയാണ്. ആരെ ഇവള് പേടിപ്പിക്കുന്നത്? നിങ്ങൾ കണ്ടല്ലോ, 2 ദിവസം കൊണ്ട് സ്റ്റിച്ച് എടുത്തത്. ഏത് മുറിവിനാ 2 ദിവസം കൊണ്ട് സ്റ്റിച്ച് എടുക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മളൊക്കെ ഒരു മുറിവ് പറ്റി ഒരു 5 സ്റ്റിച്ച് അല്ലെങ്കിൽ ഒരു 4 സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് ആ മുറിവ് കരിഞ്ഞ് നമ്മൾ വേദന മാറും? എത്ര ദിവസം കൊണ്ടാണ് സ്റ്റിച്ച് എടുക്കുന്നത്? എന്നിട്ട് 2-ാം ദിവസം പോയി സ്റ്റിച്ച് എടുത്തിട്ട് ഈ നായിന്റെ മോളിതാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചു വെച്ചുകൊണ്ട് നടക്കണേ. ആരെ കാണിക്കാനാണ്? നീ ഞങ്ങളുടെ പേരും പറഞ്ഞ് നാടകം കളിച്ചേന് ഞങ്ങൾ കേസ് കൊടുക്കും. അതാ ഇനി ചെയ്യാൻ പോണത്. ഞങ്ങൾ കേസ് കൊടുക്കൂടി. ആവശ്യമില്ലാണ്ട് ഞങ്ങളുടെ പേര് പറഞ്ഞിട്ട് നീ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടിയ നിന്റെ തോന്നിയാസത്തിന് ഞങ്ങൾ നിന്റെ പേരിൽ കേസ് കൊടുക്കണം. പോലീസ് അന്വേഷിക്കട്ടെ, അപ്പറിയാം. എന്ത് കൂതറയാണ് ഇവളെന്ന് നോക്കിയേ. 2 പിള്ളേര് നിൽക്കുമ്പോ ഇത്തരം മൊബൈൽ ഫോൺ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇത്തരം നാടകം കളിച്ചിട്ട് അന്യ സ്ത്രീകളെ പെടുത്താൻ നോക്കുന്ന ഇവളെ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. ഞാൻ ഈ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറ. അപ്പൊ ഇത്തരത്തിൽ നുണകള് വന്ന് പറഞ്ഞിരുന്ന ഈ സാധനത്തിനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തല്ലി ഓടിക്കാൻ ഇവിടെ ആളില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പോത്തുശല്യമാണ് ഇവള്, പോത്തുശല്യം. ഇങ്ങനെ ഒരു സ്ത്രീനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പോയി അവളുടെ ഒരു അമ്മയുടെ കേസും കൊളുത്തലും പെടുത്തലും. ഇപ്പൊ അവൾക്ക് പെടുക്കാൻ മുട്ടുന്നില്ല, അവൾക്ക് പെടുത്താൻ മുട്ടുന്നില്ല, ഇപ്പൊ കൊളുത്തേം വേണ്ട. എന്നിട്ട് വന്നിരുന്നിട്ട് അവരെ പറ്റി പറയണ്ട, ഞങ്ങൾ അവർക്കിടെ പറച്ചില് നിർത്തി എന്ന് പറഞ്ഞിട്ട് നാണുണ്ടോടി മച്ചി 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 എന്ന് വിളിച്ചിട്ട് നടക്കാനായിട്ട് കാലം കണക്ക് പറയാണ്ട് പോവില്ലടി. അതാ എനിക്ക് പറയാനുള്ളത്. നിനക്ക് നാണുണ്ടാ? അത് നോക്കരുത്, അത് കാണരുത്. അവരെന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ആര് മൂഞ്ചി? ഞങ്ങള് മൂഞ്ചിയാ? ഇനി അവളുമാർക്കിടെ പുറകെ പോകണ്ട, അവളുമാര് പറയണത് കേക്കണ്ട. എന്നിട്ട് ഇപ്പൊ എന്താ ഒളിച്ചിരുന്ന് കണ്ടും കൊണ്ട് കണകൂണാന്ന് അവിടെ ഇവിടെ ഇട്ട് പറയും. നാണുണ്ടേ സ്ത്രീക്ക്? അതാണ് ചോദിക്കുന്നത്. എടി എന്തെങ്കിലും പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി നേരെ വന്നിരുന്ന് പറയും. നീയല്ലേ കൊണച്ചത് തൃശ്ശൂർക്ക് വരുന്നെന്നും പറയും. ഞാൻ തൃശ്ശൂരിൽ തന്നെ ഉണ്ടടി, എങ്ങും പോയിട്ടില്ല. എന്താ നിന്റെ ധൈര്യം ചോർന്നു പോയാ? എന്റെ വീട്ടിൽ നീ ഒന്ന് കയറി നോക്ക്. നിന്റെ കാല് വെട്ടും എന്ന് പറഞ്ഞാൽ കാല് വെട്ടും. നിന്റെ മാമന്റെ ഇവിടെ കയറണവർക്കിടെ കാല് വെട്ടും എന്ന് പറഞ്ഞാൽ കാല് വെട്ടും എന്ന് പറഞ്ഞത് തന്നെയാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. അവൾക്ക് അങ്ങനെ ഇരിക്കുമ്പോ അവൾക്ക് ഒരു ഇളക്ക. അവള് പേടിത്തൊണ്ടിയാണ്, അവള് ഇതാണ്ടാണ്. എവിടെ പോയിടി?
ഇപ്പൊ ആരടി പെടുത്തോണ്ടി പറയടി. നീ ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ മാമായം കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് ഒന്ന് വന്ന് നോക്ക്. കാല് വെട്ടെന്ന് പറഞ്ഞാൽ കാല് വെട്ടും രണ്ടിന്റെ. പിന്നെ തിരിച്ചു പോണെങ്കിലേ കാറി കയറി ബ്രേക്ക് ചവിട്ടിട്ട് പോവാനായിട്ട് രണ്ടിന്റെ കാലുണ്ടാവൂലടി നായിന്റെ മോളെ. അതാണ് പറയാനുള്ളത്. നീ നിന്റെ മാമനെ പേടിപ്പിക്കാനല്ലേ ഈ തെണ്ടിത്തരം ചെയ്തത്? പോലീസ് എന്തടി അന്വേഷിക്കാത്തത്? ഇപ്പൊ ഇവളുടെ കേസ് എവിടെ പോയി? തേഞ്ഞു മാഞ്ഞു പോയാ? അപ്പൊ ഇവൾക്കറിയാം ഇവള് കേസ് കൊടുത്താൽ പെടാൻ പോണത് ഇവള് തന്നെയാണെന്ന് ഇവൾക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് ഈ നായിന്റെ മോള് കേസിന് പോവാത്തത്. അവളൊന്ന് പോയി നോക്കട്ടെ കേസിന്. പെടുക്കോള് പെടുക്കും. നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ സ്റ്റേഷന്റെ മുമ്പിൽ പോയി കൊളുത്തു എന്ന് പറഞ്ഞത്? എന്നിട്ട് ഇതുവരെ കൊളുത്തിയില്ലേ? കൊളുത്തൂല അവള്. ഹോസ്പിറ്റലുകാരി സംസാരിക്കണത് നിങ്ങൾ ശബ്ദരേഖ കേട്ടതാണല്ലോ. ഒരാൾക്ക് അന്ന് തന്നെ ഈ മുറിവിൽ മരുന്ന് വെച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് ആന്റിബയോട്ടിക് തന്ന് പോരാൻ പറ്റുമോ? നിങ്ങൾ പറ. എത്ര ദിവസം കിടക്കും അവിടെ? അപ്പൊ ഇവള് കേസ് കൊടുക്കണ്ട, സ്റ്റേഷനിൽ നിന്ന് തന്നെ കേസ് എടുക്കും. ഇവൾക്ക് ഇവളുടെ ജീവൻ സംരക്ഷിക്കുകയും വേണം, എന്നിട്ട് എല്ലാവരെയും പെടുത്തണത് കാണുകയും വേണം. അതിനാണ് ഈ കൂറ നായിന്റെ മോള് കിടന്ന് കളിക്കണം നാടകം. ഈ ഊളേനെയൊക്കെ ഉണ്ടല്ലോ കണ്ടെടുത്ത് വെച്ച് അടിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അവളെ കണ്ടെടുത്ത് വെച്ചിട്ട് മോന്തയ്ക്ക് അടിക്കണം. എന്നിട്ട് ഇപ്പൊ ഹിന്ദുക്കളെ പറ്റിക്കാൻ വീണ്ടും നാടകമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നാണുണ്ടോടി നിനക്ക്? അതെനിക്ക് ചോദിക്കാനുള്ളത്. ഒരു മനുഷ്യനും ഇത്രത്തോളം അഹങ്കാരിയാവരുത്. ചില സമയത്ത് അവർക്കിടെ മോന്ത കൊണ്ടുള്ള ഗോഷ്ടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ അത് കാണുമ്പോൾ എനിക്ക് കുതിരവട്ടം പപ്പൂനെയാണ് ഓർമ്മ വരുന്നത്. ഇവിടെയൊക്കെ കുതിരവട്ടത്ത് കുണ്ടോണ്ട കാലം അതിക്രമിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഒരു മനുഷ്യനില്ലേ ഇവളെ കുതിരവട്ടത്തൊന്നാക്കാൻ? കോഴിക്കോടല്ലേ ഈ കുതിരവട്ടം എന്ന് പറയുന്ന സ്ഥലം? ഇവളെ കൊണ്ടുപോകേണ്ടത് അങ്ങടാണ്. ഇവളുടെയൊക്കെ കൂടെ വളരണ മക്കളുടെ ഗതി എന്താകുമെന്ന് കണ്ട് തന്നെ അറിയാം.